ദൈവനാമം മഹത്വപ്പെടട്ടെ. ബഹുമാന്യരെ, ഭാരത ക്രൈസ്തവ ചരിത്രം പരിശോധിക്കുമ്പോൾ AD 52 പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിലേക്ക് കടന്നു വരികയും മലങ്കരയിൽ 7.5 പള്ളികൾ സ്ഥാപിച്ചുവെന്നും ചരിത്രം സാക്ഷിക്കുന്നു. ആ പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായിരുന്നു നിലയ്ക്കൽ ദേവാലയം. അടിക്കടി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം വ്യാപാര തൽപരരായ ഒരു കൂട്ടം ആൾക്കാർ കടമ്പനാട് പ്രദേശത്തേക്ക് കടന്നു വരികയും AD 325 ഇവിടെ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിൽ ഒരു കുരിശ് സ്ഥാപിച്ച് ആരാധന നടത്തുകയും തുടർന്ന് ഒരു ദേവാലയം പടുത്തുയർത്തുകയും ചെയ്തു. ആ ദേവാലയമാണ് ഇന്ന് പുരാതന മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്ന കടമ്പനാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. ഈ ദേവാലയം ആദ്യ നൂറ്റാണ്ട് കാലങ്ങളിൽ മലങ്കര സഭയുടെ ആസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നു. കാരണം 19-ാം നൂറ്റാണ്ട് മുതൽ കോട്ടയം പഴയ സെമിനാരിയും ദേവലോകം അരമനയുമാണ് മലങ്കര മെത്രാപ്പോലിത്തയുടെ ആസ്ഥാനമെങ്കിൽ 19-ാം നൂറ്റാണ്ടിന് മുൻപ് മലങ്കര മെത്രാപ്പോലിത്തമാരായ മാർത്തോമന്മാർ ഏത് ദേശത്താണോ വാണരുളി ഭരണം നടത്തി കബറടങ്ങിയിരുന്നത് ആ ദേശത്തെയോ ദേവാലയത്തെയോ ആണ് മലങ്കര സഭയുടെ ആസ്ഥാനമായി കണ്ടിരുന്നത്. ആയതിനാൽ ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ 3-ാം മാർത്തോമയുടെ കാലയളവിൽ ഈ ദേവാലയം മലങ്കര സഭയുടെ ആസ്ഥാനമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്. AD 325 സ്ഥാപിതമായ ഈ ദേവാലയം മധ്യ തിരുവിതാംകൂറിലെ ആദ്യ ക്രൈസ്തവ ദേവാലയം, അനേക ക്രൈസ്തവ ദേവാലയങ്ങളുടെ മാതൃദേവാലയം, പരിശുദ്ധനായ 3-ാം മാർത്തോമയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ ദേവാലയം, കടമ്പനാട് ദേശത്തിൻ്റെ കിടവിളക്കായിട്ടും നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രവുമായ ദേവാലയം, അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ ആസ്ഥാന ദേവാലയം എന്നീ നിലകളിൽ ഈ കത്തീഡ്രൽ പ്രശംസ ആർജിക്കുന്നു. 1500ഓളം കുടുംബങ്ങൾ, നഴ്സറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എയ്ഡഡ് സ്കൂൾ, ഒരു ചാപ്പൽ, ഒരു സ്പിരിച്വൽ സെന്റർ, 2 സൺഡേ സ്കൂൾ മന്ദിരങ്ങൾ, 2 പാഴ്സനേജുകൾ, 3-ാം മാർത്തോമ മെമ്മോറിയൽ ഹാൾ, 2 മിനി ഹാളുകൾ, 6 കുരിശടികൾ, 6 സൺഡേ സ്കൂളുകൾ, 5 യുവജന പ്രസ്ഥാന യൂണിറ്റുകൾ, 13 മർത്തമറിയം സമാജ യൂണിറ്റുകൾ, 5 പ്രാർത്ഥനാ സമാജം യൂണിറ്റുകൾ, NGO CSM, ബാലസമാജം എന്നിവ ഈ ദേവാലയത്തിന്റെ അഴകും അലങ്കാരവുമാണ്. അതിലേറെ സന്തോഷം 2025 ഈ ദേവാലയം അതിൻ്റെ പുതിയ നാഴികക്കല്ലായ 1700 നിറവിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കാലയളവിൽ വിവിധ മത, സാംസ്കാരിക, സാമൂഹിക കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ഈ 1700-ാം വാർഷികം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കുവാനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. പുതുവർഷ ദിനജാഗരണത്തോടും വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ചും ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രയം തിരുമനസ്സുകൊണ്ട് 1700 ലോഗോ പ്രകാശനം നിർവഹിച്ച് കത്തീഡ്രലിന്റെ സഹസ്രോത്തര സപ്തശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. 1700 നിറവിൽ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലേക്കും ഏവരെയും സന്തോഷപൂർവ്വം കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1700-ാം സ്ഥാപിത വാർഷികത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകൾ ഡിസംബർ 31 വിശുദ്ധ കുർബാന ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ അപ്രയം തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അന്ന് തന്നെ ലോഗോ പ്രകാശനവും നടത്തുകയാണ്. ഫെബ്രുവരി 22-ാം തീയതി ദീപശിഖ പ്രയാണം നിലയ്ക്കൽ എക്യുമെനിക്കൽ ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുകയാണ്. 2025 ഫെബ്രുവരി 23-ാം തീയതി വിശുദ്ധ മൂന്നമ്മ കുർബാന പരിശുദ്ധ ബാബാ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ, അതിനെ തുടർന്ന് മഹാസമ്മേളനവും നടക്കുകയാണ്. മാർച്ച് മാസം കുടുംബ സംഗമം, ഏപ്രിൽ പരിശുദ്ധ 3-ാം മാർത്തോമ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ, മെയ് മാസം പരിശുദ്ധ ഗീവറി സഹദായുടെ പെരുന്നാൾ, യുവജന സംഗമം, ജൂൺ മാസം പരിസ്ഥിതി ദിനാഘോഷവും 1700 വൃക്ഷത്തൈ വിതരണവും, ജൂലൈ മാസം മാതൃദേവാലയ സംഗമവും എക്യുമെനിക്കൽ കൂട്ടായ്മയും 75 വയസ്സ് കഴിഞ്ഞ ഇടവക വയോധികരെ ആദരിക്കലും, ഓഗസ്റ്റ് മാസം പ്രവാസി സംഗമം, സെപ്റ്റംബർ മാസം സാംസ്കാരിക സമ്മേളനവും കലാസന്ധ്യയും ആദരിക്കലും, ദേശത്തെ എല്ലാ നാനാജാതി മതസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒക്ടോബർ മാസം വൈദിക സംഗമം, മുൻ ഇടവക വികാരിമാരെയും ഇടവക പട്ടക്കാരെയും ആദരിക്കൽ, നവംബർ മാസം പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ, മുൻ ട്രസ്റ്റിമാർ, സെക്രട്ടറിമാർ എന്നിവരെ ആദരിക്കൽ, ഡിസംബർ മാസം
പരിശുദ്ധ മാർത്തോമാ ശ്ലീഹയുടെ പെരുന്നാൾ, ക്രിസ്മസ് ഈവ്, 28 ഞായറാഴ്ച വിശുദ്ധ മൂന്നുമേൽ കുർബാന പരിശുദ്ധ ബാബാ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ, തുടർന്ന് 1700-ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും നടത്തുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് നാനാജാതി മതസ്ഥരായ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.